നമ്മുടെ ശ്രീലങ്കൻ വൈൽഡ് ലൈഫ് സഫാരി എന്നുള്ള വീഡിയോയാണ്. നമ്മൾ അറൗണ്ട് ഒരു 2:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് കുമ്മാന നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് എത്താൻ തന്നെ ഒരു 1.5 hour ട്രാവലിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് മൊത്തത്തിലൊരു 4 hours നമുക്ക് ഈ നാഷണൽ പാർക്കിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അറൗണ്ട് ഒരു 2 hours വൺ സൈഡ്, പിന്നെ ഒരു ബേർഡ്സിനെ വ്യൂ പോയിൻ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു. ആ പോയിൻ്റ് കയറി നമുക്ക് ബേർഡ്സിനൊക്കെ വാച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ കാണാൻ പറ്റും നമുക്ക് ഇതുപോലെ വലിയ ഫാൽക്കണൊക്കെ കൂട് കൂട്ടിയിരിക്കുന്നത്, മുട്ടയൊക്കെ ഇട്ട് അടയിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്താ ഒരു വ്യൂ അവിടെ ഒരു 15 minutes നമ്മൾ സ്പെൻഡ് ചെയ്തു. അങ്ങനെ മൊത്തത്തിലൊരു 4.5 hours നമുക്ക് ഉണ്ടായിരുന്നത് യാത്ര. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ചെക്ക് പോയിന്റിൽ നമ്മൾ തിരിച്ച് എത്തണം. നമുക്ക് ഒത്തിരി ലേറ്റ് ആവുന്നതിനേക്കാളും മുന്നേ. കാരണം ഇതൊരു ശരിക്കും കാട് തന്നെയാണ്. കാടിൻ്റെ അകത്തേക്കൂടി ചെറിയ വഴി, നിറയെ ഇതുപോലെ എന്താ പറയുക, ഒരു സാധാ ഒരു വഴി നിറച്ച് നോർമലായിട്ടുള്ള നമ്മുടെ കുണ്ടും കുഴിയൊക്കെയുള്ള വഴി തന്നെയാണ്. കാരണം നേച്ചറാണല്ലോ, നമ്മളതിനെ അതിൻ്റെതായ രീതിയിൽ തന്നെ കാണണം. അപ്പോൾ അങ്ങനെയുള്ള വഴി തന്നെയാണ്. അതുകൊണ്ട് അങ്ങനത്തെ വെഹിക്കിൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ ട്രാവൽ ചെയ്യാനായിട്ട്, ഇതിൽ കൂടി ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പ്രകൃതിനെ സംരക്ഷിക്കണമല്ലോ. അപ്പോൾ വേറെ ടാറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ നോർമൽ ആയിട്ടുള്ള തന്നെ. ഇപ്പോൾ കുറച്ച് വഴിയൊക്കെ ഇങ്ങനെ ഇതുപോലെ നിരപ്പാക്കിയിട്ടുണ്ട്. അല്ലാത്ത വഴി തന്നെ നോർമലി കുണ്ടും കുഴിയുള്ളത് പോലെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് കുറേ വഴിതിരിഞ്ഞൊക്കെ പോകാൻ പറ്റും. ഒത്തിരി കണക്ഷനൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ വനത്തിലൊക്കെ ചെന്ന് എത്താൻ പറ്റും. പക്ഷെ നമ്മൾ അത്രയ്ക്ക് പോയില്ല. കാരണം നമ്മൾ റിട്ടേൺ തിരിച്ച് വന്നപ്പോഴത്തേക്കും തന്നെ ഇരുട്ടായിരുന്നു. കാരണം ഈ നാഷണൽ പാർക്കിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയാൽ തന്നെ പിന്നെയും ഒരു ജംഗിൾ പോലെയുള്ള ഏരിയയിൽ കൂടി തന്നെ പോയിട്ടാണ് നമുക്ക് മെയിൻ റൂട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് റിസ്ക്കാണ്. അതുപോലെ ഒറ്റയാനൊക്കെ ഇറങ്ങുന്ന ടൈം ഉണ്ടാവും. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടായിരുന്നു ഒരു ടസ്കറിനെ. അപ്പോൾ അത് കുറച്ച് ചിലപ്പോൾ അത് ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അധികം സമയം എടുത്തില്ല. അതുപോലെ കണ്ട രസമില്ലേ, നല്ല രസമില്ല അത് കാണിക്കുന്ന കാണാനായിട്ട്. ആ ഉടുമ്പ് തന്നെയാന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തതൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഇതിലാണ് നമ്മൾ ഡയറക്റ്റ് അവരുടെ ഇതിൽ പോയാൽ തന്നെ അതിൽ കാണാൻ പറ്റുള്ളൂ. നല്ല രസമായിരുന്നു. നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്തു. ആ നേച്ചറിൻ്റെ ബ്യൂട്ടി തന്നെ എന്ത് രസമാണെന്ന് നോക്കിക്കേ. ആ ഒരു ബ്ലൂ കളർ വാട്ടറും ബ്ലൂ കളർ സ്കൈയും അതിൻ്റെ ഇടയിൽ കൂടി വരുന്ന ഒരു ചെറിയ ഗ്രീനറിയും, മൊത്തത്തിൽ നമുക്ക് നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളപ്പോൾ ഇത് തിരിച്ചു പോകുന്ന ഇരുട്ടി തുടങ്ങിയായിരുന്നു. അന്നേരം നമ്മൾ തിരിച്ചു പോകുന്നതാണ്.